ഹായ് എവരിവൺ. നമ്മൾ ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 32 ആണ്. ഉൽപ്പത്തി 32-ാം അധ്യായം. അവിടെ യാക്കോബ് ഏശാവിനെ കാണുവാനായിട്ട് പോകുന്ന യാത്ര അതാണ് അവിടെ വിവരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ യാക്കോബിന് വളരെയധികം ഭയത്തോടെയായിരുന്നു താൻ ഏശാവിനെ കാണുവാനായിട്ട് താൻ പോകുന്നത്. അപ്പോൾ താൻ കുറേ ഗിഫ്റ്റ്സ് താൻ ഏശാവിന് കൊടുക്കുവാനായിട്ട് താനോട് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ അതെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടാണ് താൻ അവിടെ പോകുന്നത്. ദൈവം തനിക്കൊടുത്ത പ്രോമിസാണ്, തന്നെ കാത്തു സൂക്ഷിക്കും, തനിക്ക് മക്കളുണ്ടാകും എന്നെല്ലാം കുറേ ഉറപ്പുകളൊക്കെയും ദൈവം കൊടുത്താണ്. പക്ഷേ എന്നിട്ടും ഒരു ചെറിയൊരു വിശ്വാസക്കുറവ് തനിക്ക് അവിടെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം താൻ ആ യാത്രയിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരവിടെ നിൽക്കുന്നത് കാണുന്നു. അവരോട് ഈ കാര്യങ്ങൾ ഏശാവിനോട് കുറേ ഗിഫ്റ്റ്സ് കൊണ്ടുവരുന്നുണ്ട് എന്നെല്ലാം അറിയിക്കുവാനായിട്ട് അവരെ വിടുന്നു. അവർ ചെന്ന് പറഞ്ഞിട്ട് അത് തിരികെ വരുമ്പോൾ അവർ തിരിച്ചു വന്നും പറയുന്നത് ഏശാവ് 400 ആൾക്കാരെയും കൊണ്ട് വരുന്നുണ്ട് യാക്കോബിനെ കാണാനാണ്. അപ്പോൾ യാക്കോബ് വിചാരിച്ചു ഏശാവ് തന്നെ ഇനിയും കൊല്ലുവാനായിട്ടാണോ ഇനിയും വരുന്നത് എന്നുള്ള ചിന്തയായിരുന്നു യാക്കോബിനുണ്ടായിരുന്നു. കാരണം താൻ ഏശാവിനോട് താൻ ചെയ്തത് തെറ്റാണെന്നുള്ളൊരു കാര്യം തനിക്കത് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കാരണം ഇതിനു മുമ്പ് കുറച്ച് മുമ്പുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ലാബാൻ്റെ ആൾക്കാരുമായിട്ട് വന്നപ്പോൾ യാക്കോബ് ഒരാൾക്കും പോലും പേടിച്ചില്ല. കാരണം യാക്കോബിനറിയാം യാക്കോബ് അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത്. പകരം പക്ഷേ ഈ ഒരു കാര്യത്തിലേക്ക് ഏശാവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ താൻ അവിടെ വലിയൊരു തെറ്റ് ചെയ്തു എന്നുള്ളത് യാക്കോബിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ അവിടെ ഭയങ്കര ഭയത്തോടെയായിരുന്നു ആ ഒരു കാര്യത്തെ നേരിട്ടത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരെ ഇടപെടുന്ന രീതിയിൽ നമ്മളെപ്പോഴും നല്ല രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ നല്ല രീതിയിൽ മറ്റുള്ളവരായിട്ട് ഇടപെടുകയാണെങ്കിൽ നമ്മുടെ മനസ്സാക്ഷി അതെപ്പോഴും കറക്റ്റായിട്ട് നിൽക്കും. നമുക്ക് മറ്റൊരു വ്യക്തിയെ കാണുവാനായിട്ട് പേടിക്കേണ്ട ആവശ്യമേ അവിടെ വരുന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവരായിട്ടുള്ള ബന്ധത്തിൽ നല്ല മനസ്സാക്ഷിയോടെ പോകുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ താൻ കുറേ ഗിഫ്റ്റ്സ് യാക്കോബ് ഏശാവിന് കൊടുക്കുവാനായിട്ട് താൻ അവിടെ ഒരുക്കി വെക്കുകയാണ്. അതിലൂടെ പറയുന്നത് നിന്റെ കുറേ കാര്യങ്ങൾ നിന്റെ ജന്മാവകാശം അത് ഞാൻ എടുത്തുകൊണ്ട് പോയി, നിനക്ക് കിട്ടേണ്ട അനുഗ്രഹം അത് ഞാൻ കൊണ്ടുപോയി. അപ്പം അതിനെല്ലാം പകരമായിട്ട് ആണ് ഈ ഗിഫ്റ്റ്സ് എല്ലാം കൊണ്ട് കൊടുക്കുന്നത്. ഞാൻ ഇനി നിന്റെ ഒന്നും എടുക്കുവാൻ വരുന്നതല്ല. എനിക്കിപ്പോൾ ഒരുപാട് മൃഗങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് ദാസന്മാരുണ്ട്, എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട്. അപ്പം അതിലെ തന്നെ നല്ലൊരു പങ്ക് ഏശാവിന് കൊടുക്കുവാനായിട്ടായിരുന്നു യാക്കോബ് അതായിരുന്നു യാക്കോബിൻ്റെ പ്ലാൻ എന്നുള്ളത്. എന്നുവെച്ചാൽ താൻ ഏശാവുമായിട്ടുള്ള ബന്ധം അത് താൻ നേരെയാക്കണം എന്നുള്ളൊരാഗ്രഹം തനിക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ നോക്കുമ്പോൾ യാക്കോബിന് ഭയപ്പെടേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. കാരണം തൻ്റെ അമ്മ പറഞ്ഞത് ഈ ഏശാവിൻ്റെ ദേഷ്യമൊക്കെ തണുക്കട്ടെ, അത് കഴിയുമ്പോൾ നിന്നെ വിളിക്കുവാൻ ഞാൻ ആളയക്കാമെന്നുള്ളൊരു കാര്യമാണ് യാക്കോബിൻ്റെ അമ്മ റെബേക്ക പറഞ്ഞത്. ഈ ഒരു അവസ്ഥയിലെത്തുമ്പോൾ റെബേക്ക ഒന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ആ ഒരു ചിന്തയും കൂടെ ഉണ്ട്. കാരണം ഇനിയിപ്പോൾ ചെല്ലുമ്പോൾ ഏശാവ് നല്ല കോപത്തോടെ ആയിരിക്കും, എന്നെയും എൻ്റെ ഭാര്യമാരും മക്കളെ എല്ലാം കൊന്നുകളയും എന്നുള്ളൊരു പേടിയോടെയാണ് യാക്കോബ് ഏശാവിനെ കാണാൻ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ദൈവം തനിക്കൊരു ഉറപ്പ് നൽകുകയാണ്, എന്ത് സംഭവിച്ചാലും ദൈവം കാത്തു സൂക്ഷിക്കുന്നു. കാരണം അവസാനം താൻ എത്തിയപ്പോഴേക്കും താൻ ആദ്യം കുറച്ച് ആൾക്കാരെ മുൻപോട്ട് വിടുന്നു. അവരെ ഏശാവ് ആക്രമിക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം കൂടി രക്ഷപ്പെടാമല്ലോ എന്നെല്ലാം മാനുഷികമായിട്ട് രീതിയിലെല്ലാം പ്ലാൻ ചെയ്ത് പോകുമ്പോൾ ഒടുവിൽ തനിക്ക് മനസ്സിലാകും തനിക്ക് ദൈവം മാത്രമേ തന്നെ സഹായിക്കുകയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് ദൈവത്തോട് ഹമ്പിളായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അവിടെ യാക്കോബ് അവിടെ പ്രാർത്ഥിക്കുന്നത്. അവിടെ മനസ്സിലാകുന്നുണ്ട് തന്നെ അങ്ങ് താഴ്ത്തി കൊടുക്കുകയാണ്. ദൈവം എനിക്ക് പ്രോമിസ് തന്നില്ല, എന്നെ ഇവിടുന്ന് ഡെലിവറി ചെയ്യണം, എന്നെ ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ ഡെലിവറി ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ആണ് യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്.
അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും ദൈവം പറഞ്ഞ പ്രോമിസ് ദൈവം അവിടെ ഫുൾഫില്ല് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സാക്ഷി എങ്ങനെയാണ്, നമ്മൾ നല്ലൊരു മനസ്സാക്ഷിയോടെയാണോ നമ്മൾ മറ്റുള്ളവരായിട്ട് ഇടപെടുന്നത്, അതോ നമ്മൾ അവരോട് തെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവരെ ഫേസ് ചെയ്യുവാനായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടാണോ നമ്മൾക്കുള്ളത്. അതുകൊണ്ട് ആ ഒരു നല്ല വിശ്വാസിയാണെന്ന നിലയ്ക്ക്, ദൈവമക്കളെന്ന നിലയ്ക്ക് നമുക്ക് മറ്റുള്ളവർക്ക് നല്ല മനസ്സാക്ഷിയോടെ ജീവിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.